വാ വാ വാ. വാ. ഗൈസ്, പുലർച്ചെ 3 മണിക്ക് ഞങ്ങൾ ഈ പോകുന്നത് ഒരു അടിപൊളി ഫിഷിംഗ് സ്പോട്ടിലേക്കാണ്. ഇതുവരെ നമ്മുടെ ചാനലിൽ ആ ലൊക്കേഷൻ ഞങ്ങൾ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടോ. ഒരു അടിപൊളി ക്യാച്ച് ക്ലീൻ കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് വായോ. നമുക്ക് കഴിക്കാനുള്ള 7 days ഒക്കെ ഒന്നും 8 ഐറ്റംസ് നമ്മളോട് എടുത്തിട്ടുണ്ട്. ഇവിടെ അല്ലേ ആകടി ഇത് ചെക്ക വന്നിട്ടല്ലോ. അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നമ്മൾ രാഹുലിനെയും കൂട്ടി നേരെ നമ്മുടെ ലൊക്കേഷനിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് നമ്മൾ അട്നോക്ക് പമ്പിൽ കയറി പെട്രോൾ അടിച്ചു. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഹമ്മീം ബീച്ച് എന്ന് പറയും. അബുദാബിയിലുള്ള തന്നെ ഒരു ബീച്ചാണ്. പക്ഷേ സിറ്റിയിൽ നമ്മളൊരു 45-50 മിനിറ്റ്സ് നമുക്ക് യാത്ര ചെയ്യണം ഈ ലൊക്കേഷനിൽ എത്തണമെങ്കിൽ. ഇവിടെ മോർണിംഗ് തന്നെ ഓൾമോസ്റ്റ് ഫുൾ ആയിക്കണം സ്പേസൊക്കെ. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഫുള്ള് കാറും ആംഗ്ലേഴ്സും ആണ് അവിടെ. ഫസ്റ്റ് ചൂണ്ടിടലാണ്, പഠിപ്പിച്ചു കൊടുക്കാണ് എങ്ങനെ മീന്. ബെസ്റ്റ് വിഷസ് മാൻ. ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ മീൻ പിടിക്കാൻ പോണത്. അത് 2 കുളത്തുണ്ട്. ഓ, അവിടെ എറിഞ്ഞിട്ടുണ്ട് ഗൈസ്. കാണാൻ സിമ്പിൾ ആണെങ്കിലും കുറച്ച് ഇന്റലിജന്റ് ആയിട്ടുള്ള വർക്കാണ്. അതെ അതെ. പോയി നെക്സ്റ്റ് ടൈം. അങ്ങനെ ദുബായിൽ നിന്ന് നമ്മുടെ നടൻ പറന്നു വന്നു. ഒന്ന് കൊത്തി പോയി. ഒരു ടീംസിന് മീനിനെ കിട്ടിയിരിക്കുകയാണ്. ട്രൈ കിട്ടിയോ? കിട്ടിയില്ലേ? കിട്ടിയതുപോലെയുണ്ട്. ചേട്ടാ കിട്ടിയോ? വാവ്, ഗ്രേറ്റ് ക്യാച്ച്, സൂപ്പർ. നോക്കട്ടെ ചേട്ടാ, അടിപൊളി. കിടന്ന് കളിക്കണല്ലോ. ഇതാണ് നമ്മുടെ മീനെ പിടിച്ച ചേട്ടൻ. ഇതെന്ത് മീനാട്ടാ? അതിന്റെ പേരെന്താ?
എല്ലാവരും മെയിനായിട്ടുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഗൈസ്. പ്ലൈവുഡ് വലി വലി വലി. യെസ് യെസ് യെസ്. വാ വാ വാ. സക്സസ്. നിന്റെ പേരെന്താ? പ്ലൈവുഡ്. ആ, അവർക്ക് മറ്റേ നേരത്തെ അവർക്ക് കിട്ടിയ സെയിം സാധനം. പറട്ടെ വീഡിയോ ഇവിടെ ആകെ മൊത്തം പ്രശ്നമാണല്ലോ. വാ 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 വാ. ഓ അവിടുന്നുണ്ട്, ഞാനിട്ടതുണ്ട്. ഇതൊക്കെ ചെറുത്, ഇനി വലുത് വരാൻ വേണ്ടി പോകണുള്ളൂ. അവിടെ കിടന്ന് പിടക്കുകയാണ് ഗൈസ്. ഇനിയുണ്ടല്ലോ കൊണ്ട് ഹെലികോപ്റ്റർ വിഷൻ പറയാൻ അറിയോ? ഞാൻ നിർത്തിയ ഹെലികോപ്റ്റർ ഗുഡ്. നല്ലവനായ മുർശി പിടിച്ച മീനിനെ തിരിച്ച് അതിന് വീട്ടിലോട്ടന്നെ ഇവിടുന്ന് പോകുന്നുണ്ട്. പോയാ പോയി. ആ പോയി 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 രക്ഷപ്പെട്ട്. എടാ ആ കിട്ടി. ഓ അത് വേറെ സാധനം തോന്നുന്നു അല്ലേ? ഇതിന്റെ പേരെന്തത്? മീൻ ഡെഡായല്ലേ?
വാ അത് പൊളിച്ച് ലൈവ് ഞണ്ടുപിടുത്തം വിത്ത് ഹാൻഡ്. ഓക്കെ പക്ഷെ ഇതിന് മുകളിൽ കൂടെ നടക്കരുത് കേട്ടാ. സാധനങ്ങളൊക്കെ എടുത്ത് മുകളിൽ വെച്ചോ. ഇടുന്നേരം മുട്ടി വെച്ചുന്നേരം കാണാം. ആറ്റത്ത് വെച്ച ഇടമുട്ടി ആറ്റത്ത് വെക്ക്. വണ്ടി കത്തിക്കരുത്. ഫുള്ള് എക്കോ ഫ്രണ്ട്ലി ആണ്. കട്ടിംഗ് ബോർഡ് ശുദ്ധീകരിക്കുകയാണ്. നല്ല വൃത്തിയുള്ള വെള്ളമാണ് ഇവിടെ. പിന്നെ ഉപ്പുവെള്ളം കൂടി ആയതുകൊണ്ട് പിന്നെ ഒന്നും നോക്കണ്ട. നൈസ്. നമ്മളാദ്യം ഈ ഇവിടെ പിടിക്കുക. എന്നിട്ട് അമ്പർത്തുക. ഇത് ഇവിടെ പിടിക്കുക. ഇത് ഇങ്ങനെ നമുക്ക് തുറക്കാം. ഓക്കെ, ഞണ്ടിന്റെ സംഭവം. എന്ത് സാധനം ഇങ്ങനെ പറിക്കുക. ഇവിടുന്ന് പറിക്കുക. നമുക്ക് ഡയറക്റ്റ് ഓഫാക്കാൻ പറ്റും. അതല്ലടാ, പുളി ഇല്ലല്ലോ. ആ, പുളിക്ക് പകരം എന്തായാലും വേണം. അയ്യയ്യ, ഇവ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കണേ? ക്യാമറ കുലുങ്ങുന്നുണ്ട്. പഴംപുഴുങ്ങികൾ. അത് ബ്രേക്ക് ടൈമാണ്. നമ്മളിപ്പോ ഫിഷിംഗ് കഴിഞ്ഞ് ടയർഡായി. സോ ഒരു മീനെ പിടിച്ചതാണ്. ടയർഡായി. മീൻ നന്നാക്കി നമ്മളാരായി കണം. പഴം പിഴുങ്ങി നന്നായി തിന്നു. ആ, ഒരു ക്രോസന്റ്, ഒരു പഴം, ഒരു ബിസ്ക്കറ്റ് ഉണ്ട്. ബിസ്ക്കറ്റ് ഇവിടെ. ഇർഷാദെ, നീ ഇത് കാണുക. ഇർഷാദെ, ആ, മിഞ്ചൊക്കെ കൂടി കട്ടിങ് വെട്ടിങ് ഒക്കെ. ഒറ്റ കട്ടിന് 2 പീസാണോ? മൂർച്ചിട്ട് ആ സൈഡിൽ കത്തിക്കടെ. കുറച്ചാണ് ചോര എങ്ങനെ വരുന്നത്, എവിടുന്നൊക്കെ. ചോര എന്റെ കയ്യിലാണോ? ഇവന്റെ കയ്യത്ത് സംശയമുണ്ട്. വെള്ളത്തിന്റെ കവറ് പറ്റി.
ഗൈസ്, ഈ ലൊക്കേഷനിൽ ഞങ്ങൾക്ക് കുക്കിംഗ് ഹാഫ് വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം ഒരുതരം പ്രാണികളുടെ ശല്യമായി ഇവിടെ. ഇനി നമുക്ക് തീരെ ഇരിക്കാൻ പറ്റാണ്ടായപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷൻ വേണ്ടി തേടിപ്പോയി. അങ്ങനെ പ്രാണിയുടെ ശല്യം കാരണം ഞങ്ങൾ വേറെ ലൊക്കേഷൻ തേടിപ്പോയി. ലാസ്റ്റ് നമുക്കൊരു സ്പോട്ട് കിട്ടി. കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലൻ സ്പോട്ട്. ഇങ്ങനൊരു സ്പോട്ട് അബുദാബിയിൽ ഉണ്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഉച്ച ടൈമായ കാരണം പിന്നെ നല്ല ചൂട് കാരണം പാർക്ക് കാലിയായിരുന്നു. നമുക്ക് മാത്രമായിട്ടുള്ളൊരു പാർക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്ത്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഇനി നിങ്ങളും വാ. വെറുതെ ഒരാവശ്യമില്ലാണ്ട് അതിന്റെ ഇടയിൽ കയറി ഇരിക്കുകയാണ്. എല്ലാ വീഡിയോയിലും വരണം വരണം എന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഫോൺ വിളിച്ചെടുക്കോ? അതില്ല, ഓടിച്ചുണ്ട്. ആ, ഇതൊക്കെയാണ് പരിപാടി. എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് വീഡിയോ. ആ, എന്താ നല്ല കരിഞ്ഞ പാത്രം. ഒരു തലമുറകളായിട്ട് കൈമാറി വരുന്ന പാത്രം. അതാണ് ചായക്കത്തെ ടേസ്റ്റ് അല്ലേ അതിൽ വെക്കുമ്പോ. നട്ടുച്ചക്ക് ഒരു വെയിലത്ത് ചായ ഉണ്ടാക്കുന്ന നെയ്മാണ് ഞങ്ങളുടെ ഹീറോ. ഇവരുടെ അഭ്യർത്ഥന മാനിച്ച് ഗൈസ്, ഇവരുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ച് നമ്മള് സുലൈമാനി സ്പെഷ്യൽ സുലൈമാനി ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. സുലൈമാനി സുക്കർഫി. അയ്യോ, കുടിച്ചോ. ഇല്ല ഇല്ല, താങ്ക് യു. രാഹുൽ ഇതാ കടുപ്പം ഇത്രയുണ്ട്. മധുരം നോക്കിയോ, വീണ്ടും മധുരം ഇടാം. കേട്ടോ? സെറ്റ്. നിങ്ങൾ ചായ അടിച്ചിട്ട് പോവാം. മധുരം കുറച്ചുകൂടെ ആണോ? ഉണ്ണിയപ്പം കഴിക്കും. കുളിയാ ശരിക്കും. ഗൈസ്, കണ്ണൻ ദേവൻ ചായ. പുള്ളി കൊണ്ടുവരാ. ആരായാലും ഉപ്പിട്ട് കുറച്ച്. ഇതൊന്നും നമ്മൾ പെട്ടെന്ന് വയറ്റി കിട്ടാനാണ്. ആ മതി. ഓക്കെ, ഇളക്ക്.
മുളക് മുടി കുറച്ചും കിട്ടും കാശ്മീരി. പറയാം. ഓക്കെ ഓക്കെ, കാശ്മീരി ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുറച്ചും കിട്ടും കുറച്ചും കൂടി മുളക് കിട്ടും. മതി മതി മതി, വല്ലാണ്ട് പൈസ ഉണ്ട്. അതല്ല പേടി, ഉപ്പായതുകൊണ്ടാണ്. വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഇടുന്നതിന് പ്രശ്നമില്ലായിരുന്നു. മല്ലി റെഡി. എത്ര പറയാ? ഇല്ല, കുറച്ചും കൂടി ഇട്, കുറച്ചും കൂടി ഇട്. ഓക്കെ. പാത്രം ഇടണ്ട. ഇളക്കടാ, ഇളക്ക്. ആ ഉണ്ട്, ഇളക്കട്ടെ. നല്ല മസാല ആ രീതിക്ക് അവിടെ അടി പിടിച്ച് മസില് പിടിച്ച് ഇളക്ക്. റാസിൻ മസില് പിടിച്ച് ഇളക്കുകയാണ് സുഹൃത്തുക്കളെ. മിസ്റ്റർ പോഞ്ഞിക്കര അടി പിടിക്കാതെ മസില് പിടിച്ച് ഇളക്കണം കേട്ടോ. മസിലോട് അതിതാക്കാം ഒന്ന്. അടുത്തതായി മുർഷിദിന്റെ മല്ലിച്ചപ്പ് ബേ. സാൾട്ട് ബേ. ഉപ്പിടുന്നതിന് മുന്നേ കുറച്ച് ഉപ്പ് ടേസ്റ്റ് ചെയ്യൽ ചടങ്ങ് നടക്കുന്നത്. എന്ത് പറയുന്നു? ഉപ്പുണ്ടോ സുഹൃത്തുക്കളെ? അധികം വേണം. കുറച്ച് ഉപ്പ്. രണ്ട് മഞ്ഞ എടുക്കും, രണ്ട് മഞ്ഞ കടിയിലുണ്ട് ഉണ്ടല്ലേ. ഞങ്ങൾക്ക് ചപ്പാത്തി പിടിച്ചാലേ കുബൂസും പൊറോട്ട. കുബൂസ് ഉണ്ടല്ലോ അവിടെ. ഇല്ല, കപ്പ പുഴുങ്ങി. മുറിച്ച് എന്താ ഐഡിയ എന്താ? ചോറിന് lovely. ഗൈസ്, അവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് കോർണിഷാണ്. വേറെ ലെവലില് വ്യൂ ആണ്. ഇതെന്താണ്? ഗൈസ്, ഇത്
ട്യൂൺ ഫിഷ് ഫ്രൈ ആണ്. അതിൽ കുറച്ച് കറിവേപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ സമാസമം ചേർത്ത് പൊതുവെ ഈ മീൻ അതിന് ടേസ്റ്റ് എണ്ണയിൽ ചാടി കറക്റ്റ് റിവ്യൂ പറഞ്ഞത്. എണ്ണയിൽ ചാരിച്ചെടുക്കുന്നുണ്ട്. മാജിക് മസാല നമ്മൾ യൂസ് നല്ല ചെയ്താൽ സ്മെല്ല് വരുന്നുണ്ട് ഗൈസ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു കളറും. മാജിക് മസാല നമ്മൾ യൂസ് ചെയ്യുന്നു. ക്യാമറയും ഗൈസ്, ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞണ്ട് തിന്നാൻ വേണ്ടി പോണത്. ഇതുവരെ കഴിച്ചിട്ടില്ല. ഫസ്റ്റ് മുർഷീന പ്രിപ്പറേഷൻ ആണ്. അങ്ങനല്ല, എല്ലാരും കൂടി എങ്ങനെയുണ്ട് രാഹുൽ? എന്തിനൊരു ടേസ്റ്റാണ്. ഈ പറയല്ല, നമ്മളെല്ലാരും കൂടി ചേർത്തിട്ടാക്കിയാണ്. സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. നൈസ്. ഒന്നും പറയാല, പൊളി. അപ്പോ മാസ്റ്റർ ഷെഫ് മുർഷിയുടെ ഞണ്ട് കറി കഴിക്കാൻ പോവാണ്. ടേസ്റ്റ് ചെയ്ത് പറയാം ഗൈസ്. രണ്ട് കറി ഉണ്ട്, രണ്ട് കറി വേണ്ട ഗൈസ്. നൈസ് ആയിട്ടുണ്ട്. സൂപ്പർ. നമ്പർ 1 കപ്പ ഗൈസ്. അതിൻ്റെ ഉള്ളിൽ വെള്ളം മാത്രം ഉണ്ടാവുള്ളൂ അല്ലേ? ഞണ്ടൊക്കെ ഗൈസ് ഇങ്ങനെ ആയിട്ടുണ്ട്. കപ്പ റെഡി ആക്കിട്ട് ഓ ഇത് കണ്ട ടൂള്. ഞാൻ മസാല മുക്കിയിട്ട് കഴിക്കണം. അടിച്ചു കൊടുക്കാം. ഇതും കുറച്ച് കപ്പയും ഇതും കൂടെ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ട് ഇത് കഴിക്കണം. സ്മെൽട്ടിങ്. നൈസ്, വെരി നൈസ്. ഉച്ചക്ക് എന്തെങ്കിലും പറയണ്ടോ? അപ്പൊ ഗൈസ്, അടുത്തൊരു അടിപൊളി ക്യാച്ച് ആൻഡ് ക്ലീൻ കുക്കിംഗ് വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.